മൈസൂരുവിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താതെ ഏജന്റുമാർ മുഖേന ലൈസൻസ് തരപ്പെടുത്തി മേൽവിലാസവും ഒപ്പും ഫോട്ടോയും മാറ്റി കേരളത്തിലെ ലൈസൻസാക്കി മാറ്റുന്നതാണ് തിരൂരങ്ങാടി സബ് ആർടി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന തട്ടിപ്പ്. 2 വർഷം മുൻപ് ഇവിടെ വിജിലൻസിന്റെ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തുകയും ഉദ്യോഗസ്ഥരുടെ കാറിൽ നിന്ന് കൈക്കൂലി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ വിജിലൻസ് വിഭാഗം തന്നെ കണ്ടെത്തിയ അഴിമതികൾക്ക് പുറമെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലും വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഏജന്റുമാരുടെ നോമിനിയായി വ്യാജ ഉദ്യോഗസ്ഥൻ ഓഫീസിലിരുന്ന് വർഷങ്ങളോളം ജോലി ചെയ്തതും റീടെസ്റ്റ് കൂടാതെ 100 കണക്കിന് ലൈസൻസുകൾ അനധികൃതമായി നൽകിയും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജ വാഹനങ്ങളുടെ RC നിർമ്മിച്ചു നൽകിയും തട്ടിപ്പുകൾ നടന്നു. വ്യാജ മീറ്റർ തട്ടിപ്പും നിരവധി ക്രമക്കേടുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് അടുത്ത കാലത്തായി ഈ ഓഫീസിൽ നിന്നും കണ്ടെത്തിയത്. അനധികൃതമായി ലൈസൻസ് നൽകുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഇന്റേൺ വിജിലൻസ് വിഭാഗമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. വ്യാജ RC നിർമ്മാണ കേസിൽ ഏജന്റുമാരായ 3 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇതിനുവേണ്ടി സഹായിച്ച ഉദ്യോഗസ്ഥർ യാതൊരു നടപടികൾക്കും വിധേയമാകാതെ ഇപ്പോഴും വിലസുന്നുണ്ട്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അവിടെ നിലനിർത്തുന്നത് കൂടുതൽ തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കുമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. നേരത്തെ വ്യാജ RC കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിട്ട ആളാണ് ക്ലർക്കായ നജീബ്. സസ്പെൻഡ് ചെയ്ത 2 ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥനോട് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് തന്നെ നീക്കണമെന്നാണ് പൊതുജന വികാരം. FIR രജിസ്റ്റർ ചെയ്ത കേസ് പോലീസിനെ ഏൽപ്പിക്കാനുള്ള നീക്കവും മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ടെന്നാണ് സൂചന. തിരൂരങ്ങാടി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.